ഭാഗ്യം, വേറെ പേഷ്യൻസ് ആരും ഇല്ലാന്ന് തോന്നുന്നു. ആരാ? ഡോക്ടർ ഉണ്ണിത്താനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഐ എം വിജയകുമാർ. ഇതെന്റെ മിസ്സിസ്. പ്ലീസ് കം. നാടെവിടെയാ? തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ അമ്പലത്തിനടുത്താണോ? അതെ. അവിടെയൊക്കെ അറിയോ? പിന്നെ വീട്ടുപേരെന്ത് പറയും? പുത്തന്മാരാത്ത്. ഓ, പുത്തന്മാരാത്ത് ശ്രീദേവിയുടെ അനിയത്തിയാ. ശശികല. ഈശ്വര, കുട്ടി ചെറുതായിരുന്നപ്പോ ഞാൻ കണ്ടതാ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുട്ടിയുടെ ലീലമ്മയുടെ നാത്തൂന്റെ മോളാ. പേര് പ്രിയ. അല്ല, വിജയകുമാറിന്റെ വീട് എവിടെയായിട്ട് വരും? ഡോക്ടർ ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ശശിയുടെ ആള് നല്ല രസികനാണല്ലോ. വരൂ, ഡോക്ടർ കുളിക്കുക. നമുക്ക് അകത്തിന് സംസാരിക്കാം. വരൂ, ഇരിക്കൂ. കാപ്പി എടുക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാ വന്നത്. അതൊന്നും സാരമില്ല, ഒരു കപ്പ് കാപ്പി കഴിക്കാം. മതി. അയ്യോ, മധുരമില്ലേ? ഇല്ല. സോറി കേട്ടോ, ഡോക്ടർ കൊടുക്കാൻ എടുത്തു വെച്ചാ. ഇപ്പൊ വരാം. പുള്ളി ഡോക്ടറാണോ രോഗിയാണോ? ഒന്ന് മിണ്ടാതിരിക്കാമോ? അയ്യോ, ഇതെന്താ? പേടിക്കണ്ട, ഇത് നിങ്ങൾക്കല്ല, ഡോക്ടർക്കാ. പുള്ളിക്കാരന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അല്ലറ ചില്ലറ രോഗങ്ങളൊക്കെ ഉണ്ടേ. ദാ വന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ദേ, ഈ കുട്ടി എന്റെ അമ്മായിന്റെ നാത്തൂന്റെ മോൾ. മനസ്സിലായി. അയൽവക്കത്ത് അരിക്കച്ചവടം നടത്തുന്ന ആരോ ഒരാളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ലേ? അല്ല, എന്റെ അമ്മായിയുടെ നാത്തൂന്റെ മോള് തന്നെയാ. അതെയോ? എടോ, ഒന്ന് ഇരിക്കണോ? ഇരിക്കേ. ആ, നീ ആ പുല്ലും മക്കളൊന്നും നിർത്തിച്ചേ. എന്താ ചെയ്യ? ആ, പിന്നെ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എല്ലാ ഇതിലുണ്ട്. ഇതല്ല ഫയല്. മെഡിക്കൽ റിപ്പോർട്ടിൽ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോഴെന്താ പ്രശ്നം? അടിവയറ്റിൽ കൂടെ കൂടെ വേദന ഉണ്ടാകാറുണ്ടെന്നാ പറയുന്നത്. അടിവയറ്റ് വേദന ഉണ്ടെങ്കിൽ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടിച്ചു പിഴിഞ്ഞ്. പ്രമേഹം ഉണ്ടോ കുട്ടിക്ക്? ഇല്ല. അപ്പൊ പഞ്ചസാര ചേർത്ത് കഴിച്ചാ മതി. പ്രിയേ, നിനക്ക് അടിവയറ്റിൽ വേദനയുണ്ട? ഇല്ല. എന്നാ മിണ്ടായിരിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. കുട്ടികൾ ഇല്ല. ഇപ്പൊ വേണ്ടാന്നോ അതോ? അല്ല, ഷീസ് അൺഫിറ്റ് ടു ക്യാരി. 1-2 സ്ഥലത്ത് ചെക്കപ്പ് നടത്തി. റിസൾട്ട് ഒന്നു തന്നെയായിരുന്നു. ശശികലയ്ക്കൊരു അമ്മയാകാൻ കഴിയില്ല. സാരില്ല, നാളെ രാവിലെ 2 ആളും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരൂ. നമുക്കൊരു തറോ ചെക്കപ്പ് നടത്താം. ശരി ഡോക്ടർ. ഇരിക്കെ. മിസ്റ്റർ വിജയ്, എ ഹാപ്പി ന്യൂസ് ഫോർ യു. എന്താ ഡോക്ടർ? നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. നിങ്ങൾ 2 പേരും അതിന് യോഗ്യരാണ്. ഡോക്ടർ, ഉണ്ടാവടോ. ഈ ആഗ്രഹം സഫലമാവാൻ 3-മതൊരാളുടെ സഹായം വേണ്ടിവരും. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ശശികലയുടെ ഗർഭപാത്രത്തിന് മാത്രമേ തകരാറുള്ളൂ. വൈദ്യശാസ്ത്രം ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചൊരു കുട്ടിയെ തന്നെ വളർത്താൻ കഴിയും. അതായത് നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർന്നു എന്ന ഒരു സത്യം ഒഴിച്ചാൽ അത് 100% നിങ്ങളുടെ കുഞ്ഞ് തന്നെയായിരിക്കും. എന്നുവെച്ചാൽ? യെസ്, എ ടെസ്റ്റ് ട്യൂബ് ബേബി. അതിനു വേണ്ട എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഈ ആശുപത്രിയിലുണ്ട്. പക്ഷേ ഏതെങ്കിലും സ്ത്രീ അതിന് തയ്യാറാവോ? അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. പിന്നെ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ ഈ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്.
പക്ഷെ അത് കഴിഞ്ഞ് പ്രസവിച്ച സ്ത്രീ കുഞ്ഞിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ? നോ, അങ്ങനെ സംഭവിക്കില്ല. അത്തരത്തിലായിരിക്കും നമ്മൾ അവരുമായിട്ടുണ്ടാക്കുന്ന കരാർ. എന്തു പറയുന്നു? സ്വന്തം കുഞ്ഞു വേണമെന്നോ അതോ വേണ്ടെന്നോ? പെട്ടെന്നൊരു മറുപടി വേണ്ട. യു ടേക്ക് യുവർ ഓൺ ടൈം. മക്കളെ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞേക്കും. വിജയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഡോക്ടറോട് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അതുകൊള്ളാം. ഇതിൽ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എങ്ങനെ എടുക്കും? എന്നാൽ എന്നെ കൂടി ആ ആലോചനയിൽ കൂട്ടിക്കൂടെ? ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നിയെങ്കിലും അതിന്റെ ഒരു രീതിയെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കെന്തോ. എന്നാ വേണ്ട, വിജയേട്ടൻ പറയാറുള്ളത് പോലെ എന്റെ കുഞ്ഞു വിജയേട്ടനും വിജയേട്ടന്റെ കുഞ്ഞു ഞാനും പോരെ? മതിയല്ലേ? എങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ലാളിക്കാൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ. അതും ശരിയാണ്. എന്നാലും ഒരു കുഞ്ഞു വന്നാൽ ശശിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലോ? ശരിയാ, എന്നാ വേണ്ട. വാ. നോക്കി നോക്കി. നമുക്ക് ഡോക്ടർ പറഞ്ഞതങ്ങ് സമ്മതിക്കാമല്ലേ? അപ്പോൾ താങ്കളുടെയും ഭാര്യയുടെയും പരിപൂർണ സമ്മതത്തോടും അറിവോടും കൂടെയാണ് ഡോക്ടർ ഉണ്ണിത്താൻ ഈ ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ജനനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. യെസ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി തുടർന്നുള്ള സത്യങ്ങൾ കോടതി മുമ്പാകെ വ്യക്തമാക്കാൻ ഈ വൈദ്യശാസ്ത്ര പരീക്ഷണത്തിന്റെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉണ്ണിത്താനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ. ഡോക്ടർ ഉണ്ണിത്താൻ ഹാജരില്ലാത്തതിനാൽ കോടതി ഈ കേസ് 25-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എഴുതുന്ന വാർത്തകൾ വായിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. അവരെങ്ങനെ എഴുതാതിരിക്കുന്നത്? നാട്ടിൽ സാധാരണ നടക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? പത്രക്കാരെ എഴുതുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചതൊക്കെ വിശദമായി തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ സംസാരം നിനക്കിപ്പോ പിടിക്കുന്നില്ല അല്ലേ? എടാ, ഈ പാരമ്പര്യം തറവാടിത്തം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിന്നെ പോലുള്ളവന്മാർക്ക് ചവിട്ടി തേച്ച് എളുപ്പം കളയാൻ നോക്കും. പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് കഴിയില്ല. ഞാൻ എന്ത് മഹാപാപം ചെയ്തെന്നാണ് അച്ഛൻ പറയുന്നത്? അതൊക്കെ ഞാൻ ഇനി വീണ്ടും കൊട്ടിഘോഷിക്കണോ? ഒരു പരീക്ഷണം. പരീക്ഷണത്തിൽ വന്നികളായി നിങ്ങളെ മാത്രമേ കിട്ടിയല്ലോ ഡോക്ടർക്ക്. അത് ഞാൻ ഡോക്ടറിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് സമ്മതം മൂളിയവര് ഇവിടെ ഒന്നും അറിഞ്ഞൂടാതെ കയ്യും നിപ്പോണ്ടല്ലോ. അമ്മ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഭാര്യയെ പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ചങ്ക് പറഞ്ഞുപോയി. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. വിധി എതിരായി വന്ന് ആ കലികാല സന്ധ്യ ഇങ്ങോട്ടെങ്ങാൻ കെട്ടിയെടുക്കേണ്ടി വന്നാൽ അതോടെ തീർന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് വിഷം വാങ്ങിച്ച് തന്നാ മതി. അച്ഛാ, എന്തൊക്കെയാ ഈ പറയണേ? നീ മിണ്ടായിരിക്കടി. എല്ലാത്തിനും അവനെ കോലം നുടിച്ച് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ആ വാക്ക് കേട്ടതുള്ള ഇവർ നിന്ന് കൊടുത്തിട്ടല്ലേ. വെറുതെ എന്തിനാ ഈ തർക്കം? വിധി നമുക്ക് അനുകൂലമായിരിക്കും. അത് വിധി വന്നിട്ട് തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല, നമ്മൾ ജയിക്കും. ഏതോ ഒരു കക്ഷിയുടെ കേസ് പോലെയല്ലോ ഇത്. എന്റെ സ്വന്തം കേസ് പോലെയാ. എനിക്ക് നല്ല ഉറപ്പാ. വിജയ, ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. ആഹാ, ഇവിടെ നിൽക്കുകയാണോ? ഞാൻ തന്നെ എവിടെയൊക്കെ തിരക്കിന്നറിയോ?
അമ്മിന്റെ കാര്യങ്ങള് നമ്മൾ തീരുമാനിച്ച പോരെ? വിജയേട്ടൻ എന്താ അത് പറയാത്തത്? പ്രായമായ ആൾക്കാരല്ലേ, അവര് പറയുന്ന ഒന്നും കേട്ട് താൻ വിഷമിക്കണ്ട.